പാലക്കാട് നഗരസഭ സംസ്കാര ശൂന്യമായ നഗരസഭയായി മാറി. സാധാരണ യോഗമായാലും അസാധാരണ യോഗമായാലും നിലവാരത്തിലുള്ള ചർച്ചകൾ നടക്കാതായിട്ട് കാലങ്ങളേറെയായി. കോൺഗ്രസ് ഭരിക്കുമ്പോൾ പ്രധാന പ്രതിപക്ഷം BJP ആയിരുന്നു. അന്നും നഗരസഭാ യോഗത്തിൽ ബഹളവും സഭ ബഹിഷ്കരിക്കലുമൊക്കെ നടക്കുമായിരുന്നു. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും തർക്കവും നടുത്തളത്തിൽ കുത്തിയിരിപ്പുമൊക്കെ നടക്കാറ്. നഗരസഭാ പരിധിയിൽ വരുന്ന വിഷയങ്ങളെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലോ കാലിക വിഷയത്തിന്റെ പേരിലോ ആയിരിക്കും ചിലപ്പോഴെങ്കിലും ബഹളം വയ്ക്കാറുള്ളത്. കഴിഞ്ഞ ദിവസമുണ്ടായതുപോലുള്ള ബഹിഷ്കരണമോ ബഹളമോ സംഘട്ടനമോ 4 പതിറ്റാണ്ടിനുള്ളിൽ നടന്നിട്ടില്ല. അതിനു മുൻപും നടന്നതായി കേട്ടുകേൾവിയുമില്ല. ഭിന്നശേഷിക്കാർക്കു വേണ്ടിയുള്ള നൈപുണ്യ വികസന കേന്ദ്രത്തിന് RSS സ്ഥാപകൻ KB ഹെഡ്ഗേവാറിന്റെ പേര് നൽകാനുള്ള തീരുമാനമാണ് പ്രതിഷേധത്തിന് കാരണം. കൗൺസിലിന്റെ തീരുമാനമില്ലാതെയാണ് പേര് തീരുമാനിച്ചതെന്നാണ് വിവരം. ഇതേച്ചൊല്ലി കഴിഞ്ഞ 2 ആഴ്ചയായി തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ചൊവ്വാഴ്ചത്തെ യോഗത്തിൽ സംഘട്ടനം വരെ എത്തിയത്. പോലീസ് ഇടപെടലുമുണ്ടായി. ഭരണാധികാരികൾ, കലാകാരന്മാർ, എല്ലാവർക്കും സ്വീകാര്യനാകുന്ന പ്രശസ്ത വ്യക്തികൾ എന്നിവരുടെ പേരുകൾ പലയിടത്തും കാണാറുണ്ട്. ചിലരുടെ പ്രതിമകൾ പോലും അങ്ങനെയുണ്ടായതാണ്. വിഖ്യാത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ജീവിച്ചിരിക്കെ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു റോഡ് തന്നെ കേരളത്തിലുണ്ട്. അതിനൊന്നും ഒരു തദ്ദേശ സ്ഥാപനങ്ങളും എതിർപ്പുമായി രംഗത്ത് വന്നിട്ടില്ല. RSS നേതാവിന്റെ പേര് നൽകാനുള്ള തീരുമാനമാണ് എതിർപ്പിന് കാരണമായത്. ഇത്തരം കീഴ്വഴക്കങ്ങൾ മറ്റെവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് പരിഹാരം കാണേണ്ടതിന് പകരമാണ് ഞാനോ നീയോ എന്ന ചോദ്യമുയർത്തി വിഷയം വഷളാക്കിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ സ്ഥാപനത്തിന് ഇത്തരം പേരുകൾ നൽകുന്നത് ഉചിതമാണോ എന്ന് പരിശോധിക്കാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. വിവര സാങ്കേതിക വിദ്യ നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കെ ഇത്തരത്തിൽ പടവെട്ടുന്നത് നല്ലതിനല്ല. ഇതിന് പരിഹാരം എന്ത് എന്നത് തീരുമാനിക്കാൻ BJPക്കാർ തന്നെയാണ് മുൻകൈയെടുക്കേണ്ടത്. മറ്റു കക്ഷികളുടെ സഹായവും തേടി പ്രശ്നം പരിഹരിച്ച് പാലക്കാട് നഗരസഭ മറ്റു നഗരസഭകൾക്ക് മാതൃകയാവുക എന്നതാണ് ഉത്തമം. UTV ന്യൂസ്, പാലക്കാട്.